നമസ്കാരം, ഞാൻ നിഷ. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. രാജ്യത്തെ കർഷകരും ജവാന്മാരും രാഷ്ട്ര നിർമ്മാണത്തിലെ പങ്കാളികളാണെന്നും സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ പുണ്യസ്മരണയ്ക്ക് മുൻപിൽ ആദരമർപ്പിക്കുന്നുവെന്നും മോദി. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തി. 21ാം നൂറ്റാണ്ടിലും പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്കാകുന്നില്ലെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കാര്യക്ഷമമാക്കണമെന്നും മുഖ്യമന്ത്രി. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷവും ശതാബ്ദി ആഘോഷത്തിന്റെ സമാപനവും ഭക്തിസാന്ദ്രമായി. അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. ഇരുമ്പുകമ്പികളും സ്കൂളിലെ നിർമ്മാണ പ്രവൃത്തികൾക്കായി സൂക്ഷിച്ച വയറുകളും കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞു. പോലീസ് അന്വേഷണം ഊർജിതം. വിശദമായ വാർത്തയിലേക്ക്. 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. രാവിലെ 7 മണിയോടെ രാജ്ഘട്ടിലെത്തി ഗാന്ധി സ്മൃതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത്. തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. നമ്മുടെ കർഷകരും ജവാന്മാരും രാഷ്ട്ര നിർമ്മാണത്തിലെ പങ്കാളികളാണെന്നും സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ പുണ്യസ്മരണയ്ക്ക് മുന്നിൽ ആദരം അർപ്പിക്കുന്നുവെന്നും മോദി പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരെ വേദനയോടെ സ്മരിക്കുന്നുവെന്നും രാജ്യം അവർക്കൊപ്പം നിൽക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിശിഷ്ട ഭാരത് 2047 എന്ന പ്രമേയം അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ആഘോഷം. കർഷകർ, സ്ത്രീകൾ, ഗോത്രവിഭാഗത്തിൽ നിന്നുള്ളവരടക്കം 6000 പേരാണ് ഇത്തവണ ചടങ്ങുകളിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തത്. വിവിധ സംസ്ഥാനങ്ങളിലെ 2000ഓളം കലാകാരന്മാരും ചെങ്കോട്ടയിൽ പരിപാടികൾ അവതരിപ്പിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവും ആഘോഷങ്ങളുടെ ഭാഗമായി. അതേസമയം ആഘോഷങ്ങൾ കണക്കിലെടുത്ത് ദില്ലിയിലെ തന്ത്രപ്രധാന മേഖലകളെല്ലാം സുരക്ഷാ വലയത്തിലാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തി. കനത്ത മഴയ്ക്കിടെയാണ് തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നത്. പരേഡിന് മുഖ്യമന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം അതീവ ദുഃഖത്തിലാണെന്നും എന്നാൽ വിഷമിച്ചിരുന്നാൽ മതിയാകില്ലെന്നും നമുക്ക് അതിജീവിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കാര്യക്ഷമമാക്കണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവായ മുന്നറിയിപ്പുകളല്ല, കൃത്യമായ പ്രവചനങ്ങളാണ് വേണ്ടത്. 21ാം നൂറ്റാണ്ടിലും പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ രാജ്യത്തിനാകുന്നില്ല. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താനാകുന്നില്ല. മുന്നറിയിപ്പുകളല്ലാതെ കൃത്യമായ പ്രവചനമുണ്ടെങ്കിലേ പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനാകൂ. ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്കും പ്രാകൃത അനുഷ്ഠാനങ്ങളിലേക്കും കൊണ്ടുപോകാൻ ചിലർ ശ്രമിക്കുകയാണ്. ഇതിനായി ജാതീയതയും വർഗീയതയും ആയുധമാക്കുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കുന്നംകുളം CCTVയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം വർണ്ണാഭമായി. CCTV ടവറിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലി. ഡയറക്ടർ NV അബ്ദുസമദ്, മാനേജർ സിൻഡോ ജോസ്, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മധുര വിതരണവും ഉണ്ടായി. വിവിധയിടങ്ങളിലായി നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ വിശദ വിവരങ്ങളടങ്ങിയ പ്രത്യേക ന്യൂസ് ബുള്ളറ്റിൻ ഈ വാർത്തയ്ക്ക് ശേഷം സംപ്രേഷണം ചെയ്യും. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളത്ത് വൺവേ ലംഘിച്ച് വരികയായിരുന്ന ബൈക്കും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കക്കാട് സ്വദേശി 37 വയസ്സുള്ള സജിക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം നഗരസഭാ ഓഫീസിന് മുന്നിലെ വൺവേ റോഡിൽ വ്യാഴാഴ്ച വൈകിട്ട് 6:30ഓടെയാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ് റോഡിലെ കുഴി കണ്ട് വെട്ടിച്ചതോടെ എതിർദിശയിൽ വൺവേ ലംഘിച്ച് വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണാണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റത്. ഇയാളെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷവും ശതാബ്ദി ആഘോഷത്തിന്റെ സമാപനവും ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവസമായ വ്യാഴാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും 10 ആഘോഷമായ ജൂബിലി ദിവ്യബലിയും ഉണ്ടായി. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ഇടവക വികാരിയും ഇടവകാംഗങ്ങളായ വൈദികരും സഹകാർമ്മികരായി. തുടർന്ന് ഇടവക വിശ്വാസികൾ വർണ്ണക്കുടകളുടെയും ബാൻഡ് വാദ്യത്തിന്റെയും അകമ്പടിയോടെ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും വഹിച്ചുകൊണ്ട് അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു. നവീകരിച്ച മുഖമണ്ഡപത്തിന്റെ ആശീർവാദ കർമ്മവും ഇടവക ജനങ്ങൾ എല്ലാവരും ചേർന്നെഴുതിയ ബൈബിളിന്റെ കൈയെഴുത്ത് പ്രതി ഏറ്റുവാങ്ങലും മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. ശതാബ്ദി തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഇടവകയിലെ 600 കുടുംബങ്ങളിൽ നിന്നായി തയ്യാറാക്കിയ പൊതിച്ചോറ് സമീപത്തെ വിവിധ അഗതി മന്ദിരങ്ങളിൽ വിതരണം ചെയ്തു. തിരുനാൾ ആഘോഷങ്ങൾക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ, കൈക്കാരന്മാരായ AL ജെയിംസ്, PC ലോന, PD ജോസ്, TA റിനീഷ്, ജനറൽ കൺവീനർ ജോമി ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. കുന്നകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. ഇരുമ്പ് കമ്പികളും സ്കൂളിലെ നിർമ്മാണ പ്രവൃത്തികൾക്കായി സൂക്ഷിച്ച വയറുകളും കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വാട്ടർ ഫിൽറ്ററിന്റെ സ്റ്റീൽ പൈപ്പുകൾ അഴിച്ചെടുക്കുകയും സ്കൂളിലെ ലാബിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്തെ കോപ്പർ വയറുകളും പോളി ഹൌസിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന കമ്പികളും ഓഡിറ്റോറിയത്തിന്റെ റാമ്പിന് താഴെ സൂക്ഷിച്ച കമ്പികളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിവിധ ദിവസങ്ങളിലായി രാവിലെയും വൈകിട്ടുമായാണ് മോഷ്ടാവ് മോഷണം നടത്തിയിട്ടുള്ളത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്കൂൾ അധികൃതർ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ചൂണ്ടൽ പഞ്ചായത്തിലെ 8ാം വാർഡ് മണലിയിൽ പുനർനിർമ്മിക്കുന്ന ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിനായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. മണലി നാഷണൽ LP സ്കൂളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജുലറ്റ് വിനു അധ്യക്ഷയായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ TP പ്രജീഷ്, അഞ്ജു പ്രേംദാസ്, പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി രേഖ സുനിൽ ചെയർമാൻ, ഡോക്ടർ ബാസ്റ്റ്യൻ ജനറൽ കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു. കാലപ്പഴക്കം ചെന്ന പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി കേന്ദ്ര ആരോഗ്യ ഫണ്ടിൽ നിന്നു ലഭിച്ച 55 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് ആരോഗ്യ ഉപകേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ആഗസ്റ്റ് 22-ന് മുരളി പെരുന്നെല്ലി MLA നിർവഹിക്കും. പഠനം നടത്തിയ വിദ്യാലയത്തിൽ സഹപാഠികൾക്കും പഠിപ്പിച്ച അധ്യാപകർക്കും ഒപ്പം പിറന്നാൾ ആഘോഷിച്ച് ചലച്ചിത്ര താരം ഇർഷാദ് അലി. കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന 86-87 അധ്യയന വർഷത്തെ SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് വേറിട്ട പിറന്നാൾ ആഘോഷം നടന്നത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് പഠിച്ച വിദ്യാലയത്തിൽ ഒരിക്കൽ കൂടി ഒത്തുചേരാനായി 1986-87 അധ്യയന വർഷത്തെ SSLC ബാച്ച് വിദ്യാർത്ഥികളെത്തിയത്. പഠിപ്പിച്ച അധ്യാപകരെ കണ്ടപ്പോൾ പലരും പഴയ വിദ്യാർത്ഥികളായി മാറി. പഠനകാലത്തെ ഓർമ്മകൾ പങ്കുവച്ചും വിദ്യാർത്ഥികളായിരുന്ന കാലത്തെ കുസൃതികൾ ഓർത്തെടുത്തും ക്ലാസ് മുറിയിൽ കലപിലയുണ്ടാക്കിയും സംഗമം പുരോഗമിക്കുകയാണ്. ഇർഷാദിന്റെ ജന്മദിനമാണെന്ന് സുഹൃത്ത് ഫാറൂഖ് പട്ടിക്കര അറിയിച്ചത്. മലയാള സിനിമയിൽ 25 വർഷം പൂർത്തീകരിച്ച തങ്ങളുടെ സഹപാഠിയെ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും മൊമന്റോ സമ്മാനിക്കുകയും ചെയ്തു. തുടർന്ന് കേക്ക് മുറിച്ച് അധ്യാപകർക്കും സഹപാഠികൾക്കുമായി വിതരണം ചെയ്തു. അധ്യാപകരായ KF ജോയ്, KV ജോസ് മാസ്റ്റർ, ജനത ടീച്ചർ, കല്യാണിക്കുട്ടി ടീച്ചർ, ലിസി ടീച്ചർ, യമുന ടീച്ചർ, ആനി ടീച്ചർ, പ്രസന്ന ടീച്ചർ, രാധ ടീച്ചർ, ലില്ലി ടീച്ചർ, ഷിബി ടീച്ചർ, ഓഫീസ് സ്റ്റാഫുകളായ മജീദ്, മോളുത്ത തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇർഷാദ് അലി ഉദ്ഘാടനം ചെയ്തു. PS കിഷോർ കുമാർ അധ്യക്ഷനായി. വത്സല ഞാങ്ങാട്രി മുഖ്യ അതിഥിയായി. ഫാറൂഖ് മണലി, ഫാറൂഖ് പട്ടിക്കര എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. പൊർക്കളയങ്ങാട് ശ്രീ വട്ടിരിങ്ങൽക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം ഊരാളൻ എടമന മനക്കൽ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് അനിൽ കണ്ടേങ്ങത്ത്, ക്ഷേത്രം സെക്രട്ടറി ശ്രീജിൽ കണ്ടേങ്ങത്ത്, ക്ഷേത്രം ട്രഷറർ രതീഷ് കാണിയത്ത്, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഷൈജു സത്യൻ, വിജയൻ, നന്ദു മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ മാസക്കാലം രാമായണം പാരായണം ചെയ്ത മാതൃസമിതി അംഗങ്ങളെ അനുമോദിച്ചു. മാതൃസമിതി കൺവീനർ കല്ലായിൽ സീമന്തിനി മാതൃസമിതിക്കു വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങി. എല്ലാ ഭക്തജനങ്ങൾക്കും കാലത്ത് പ്രസാദഊട്ടും ഒരുക്കിയിരുന്നു. ആനയൂട്ടിൽ ദേവസ്വം ഗജവീരൻ മുള്ളത്ത് വിജയകൃഷ്ണനും പ്രാദേശിക കമ്മിറ്റികളായ ചൈത്രം യുവജനവേദിക്കും വേണ്ടി നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണനും ചെമ്മണ്ണൂർ ഗ്രാമം സമന്വയയ്ക്കു വേണ്ടി പാറന്നൂർ നന്ദനും ആനയൂട്ടിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും അനുമോദിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ, മെമ്പർ MK ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. SC വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു.
കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിൽ നമ്പഴിക്കാട് റോഡിൽ ജനകീയ കൂട്ടായ്മയിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. തകർന്ന ബസ് സ്റ്റോപ്പിന് പകരമാണ് പുതിയ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. സ്വാതന്ത്ര്യദിനത്തിൽ ബസ് സ്റ്റോപ്പിന് സമീപം സജ്ജമാക്കിയ കൊടിമരത്തിൽ പഞ്ചായത്ത് അംഗം ജയൻ പാണ്ഡ്യത്ത് ദേശീയ പതാക ഉയർത്തി. മധുരവിതരണത്തെ തുടർന്ന് സൗഹൃദ ഡിസ്പെൻസറി റോഡ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്നാണ് പ്രദേശവാസികൾ കൂടിയാലോചന നടത്തി ബസ് സ്റ്റോപ്പ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. കേവലം 10 ദിവസം കൊണ്ടാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. സോളാർ സംവിധാനം വഴി വൈദ്യുതീകരണം നടത്തിയ ബസ് സ്റ്റോപ്പിൽ റേഡിയോ, ലൈറ്റ് എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. പ്രദേശവാസികളിൽ നിന്നും സംഭാവനയായി സ്വീകരിച്ച 63,250 രൂപ മാത്രം ഉപയോഗിച്ചാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തത്. ബസ് സ്റ്റോപ്പ് നിർമ്മാണത്തിന് വിൽസൺ തെക്കത്ത്, സേവി വാഴപ്പിള്ളി, നവാസ് പോക്കാക്കില്ലത്ത്, OI ജോസ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. മർത്തങ്കോട് MGM LP സ്കൂളിൽ ശബ്ദ സംവിധാനത്തിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ബദറുദ്ദീൻ, MPTA പ്രസിഡന്റ് സബീന, MGM എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ മുൻ മാനേജർ എഡ്വി സക്കറിയ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ഹെൽജി C അബ്രഹാം സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി GPK ജോൺസൺ നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി മങ്ങാട് മൈനർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു നൽകി. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാട് ചാത്തംകുളം റോഡിന് സമീപത്താണ് 1/2 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മൈനർ കമ്മിറ്റി പ്രസിഡന്റ് ER പ്രജീഷ്, സെക്രട്ടറി MK ലിനീഷ്, അംഗങ്ങളായ CA ഷാജു, VV വിവേക്, PX അരുൺ, MR രഞ്ജിത്ത്, PV രാജേഷ്, MR ശ്രീജിത്ത്, PF പ്രിൻസ് എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ഭക്തിനിർഭരമായി സമാപിച്ചു. ബുധനാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാ നമസ്കാരവും ഭക്തിനിർഭരമായ പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വ് എന്നിവയ്ക്ക് ശേഷം അത്താഴ വിരുന്നോടുകൂടി വാങ്ങിപ്പ് പെരുന്നാൾ സമാപിച്ചു. വ്യാഴാഴ്ച രാവിലെ വിശുദ്ധ കുർബാന, ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന, ഭക്തിനിർഭരമായ പ്രദക്ഷിണം, ആശീർവാദം, പ്രഭാത ഭക്ഷണം എന്നിവ ഉണ്ടായി. 15 ദിവസങ്ങളായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഗത്ഭ മെത്രാപ്പൊലീത്തമാരും കോർ എപ്പിസ്കോപ്പമാരും വൈദികരും ശുശ്രൂഷകർക്ക് നേതൃത്വം നൽകി. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, കൈസ്ഥാനി സന്തോഷ് ജെയിംസ്, സെക്രട്ടറി സിൻഡോ K ഷിമോൻ, പള്ളി മാനേജിംഗ് കമ്മിറ്റി, ആത്മീയ സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി അകലാട് MIC സ്കൂൾ 1-ാം ക്ലാസ് വിദ്യാർത്ഥി ലാസിൻ നൈനാർ. എക്സ്ട്രാ ഗ്രാസ്പിംഗ് പവർ കിഡ് വിഭാഗത്തിലാണ് ഈ മികച്ച നേട്ടം കൈവരിച്ചത്. പുതിയ അധ്യയന വർഷത്തോടെ സ്കൂളിൽ ആരംഭിച്ച ഫൈൻഡ് ദി ജീനിയസ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ പ്രത്യേകം പരിശീലനം നൽകിയാണ് ഈ കൊച്ചുമിടുക്കൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത്. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ കണ്ടെത്തി കൂടുതൽ പരിശീലനം നൽകി പരിപോഷിപ്പിക്കുകയും ലോക നിലവാരമുള്ള അംഗീകാരങ്ങളിലേക്ക് എത്തിക്കുക എന്ന പദ്ധതിയുടെ തുടക്കമാണ് ഇതെന്നും ഇനിയും ഇത്തരം നേട്ടങ്ങളിലേക്ക് സ്കൂൾ വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും പ്രിൻസിപ്പാൾ മുഹമ്മദ് മഹ്റൂഫ് വാഫി പറഞ്ഞു. റെക്കോർഡിൽ ഇടം നേടിയ വിദ്യാർത്ഥിയെ MII വർക്കിംഗ് പ്രസിഡന്റ് 3 സ്റ്റാർ കുഞ്ഞുമുഹമ്മദ് ഹാജി, സെക്രട്ടറി PP ഹാഷിം, മാനേജർ കബീർ ഫൈസി, വൈസ് പ്രിൻസിപ്പാൾ ലീന, ട്രെയിനർ ബിൻഷ സുഹൈൽ, കമ്മിറ്റി അംഗം ബക്കർ, ക്ലാസ് ടീച്ചർ സജിത എന്നിവർ ചേർന്ന് അഭിനന്ദിച്ചു. വെളിയങ്കോട് നൈനാർ ഫസീല ദമ്പതികളുടെ മകനാണ് ലാസിൻ നൈനാർ. CCTV ന്യൂസ്, പുന്നയൂർകുളം. തൃശൂർ അതിരൂപത CLCയുടെ പതാക ദിനാചരണം പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിൽ നടന്നു. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പതാക ഉയർത്തി. CLC അതിരൂപത സെക്രട്ടറി ഗ്ലോറിൻ ജോയ് അംഗത്വ നവീകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. CLC സംസ്ഥാന അതിരൂപത പ്രൊമോട്ടർ ഫാദർ ഫ്രജോ വാഴപ്പിള്ളി, ഇടവക വികാരി ഫാദർ റോജോ എലുവത്തിങ്കൽ, അതിരൂപത CLC പ്രസിഡന്റ് ജെറിൻ ജോസ് എന്നിവർ സ്വാതന്ത്ര്യദിനത്തിന്റെയും മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിന്റെയും CLCയുടെ പതാക ദിനത്തിന്റെയും സന്ദേശം നൽകിക്കൊണ്ട് സംസാരിച്ചു. പുതുശ്ശേരി ഇടവകയിലെ CLC അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചൂണ്ടൽ സെന്ററിൽ നിന്നും ബൈക്ക് റാലിയോടെയാണ് അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്തിനെ സ്വീകരിച്ച് പുതുശ്ശേരി ഇടവക ദേവാലയത്തിലേക്ക് ആനയിച്ചത്. മറ്റം ഫൊറോനയിലെ വിവിധ ഇടവകകളിൽ നിന്നുമുള്ള അംഗങ്ങൾ, അതിരൂപത എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഫൊറോന ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പൂർണ്ണമായും തകർന്ന തൃശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് SDPI മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൽ ഖാദർ തുടർന്നു വന്നിരുന്ന മരണം വരെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. കേച്ചേരി സെന്ററിൽ സജ്ജമാക്കിയ സമരപന്തലിൽ മുൻ നക്സലേറ്റും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഗ്രോ വാസു നാരങ്ങാവെള്ളം നൽകിയതോടെ സമരത്തിന് സമാപനമായി. ജൂലൈ 29 ആരംഭിച്ച നിരാഹാര സമരം 18 ദിവസം പിന്നിടുമ്പോൾ STP അധികൃതർ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് അവസാനിപ്പിക്കുന്നത്. സമരത്തിനിടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ദിലീഫിനെ പോലീസ് ഇടപെട്ട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആശുപത്രിയിലും നിരാഹാരം തുടർന്നു വരികയായിരുന്നു. വെള്ളിയാഴ്ച മുതൽ റോഡിന്റെ അറ്റകുറ്റപ്പണി ആരംഭിക്കുമെന്ന് KSTP അധികൃതർ ഉറപ്പു നൽകിയതോടെ സ്വാതന്ത്ര്യദിനത്തിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഗ്രോ വാസുവിൽ നിന്നും സ്വീകരിച്ച നാരങ്ങാവെള്ളം കുടിച്ചാണ് ദിലീഫ് സമരം അവസാനിപ്പിച്ചത്. ദിലീഫിന്റെ സമരം അധികാരികളുടെ കണ്ണു തുറപ്പിച്ചിരിക്കുകയാണെന്ന് ഗ്രോ വാസു അഭിപ്രായപ്പെട്ടു. ഞാൻ പിന്നീടാണ് അറിഞ്ഞത് അവിടെ അതിലൊരു മരണം പോലും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നിരന്തരം ദിവസത്തിൽ 2-3 അപകടങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് റോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാഹാരം പോലുള്ളൊരു വലിയ സമരം ചെയ്യേണ്ട കാര്യമുണ്ടാകുന്നു? അന്ന് ഈ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്തുന്നത് മറ്റൊരു റോഡിലൂടെ ആയതുകൊണ്ട് കാര്യം മനസ്സിലായില്ല. പക്ഷെ ഞാൻ പോയത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ പോയത് യഥാർത്ഥത്തിൽ ഈ സഞ്ചാര സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ജീവഭയമില്ലാതെ സഞ്ചരിക്കാൻ സമരം നടത്തേണ്ടി വരുന്നത് അപമാനകരമാണ്. 18 ദിവസം നീണ്ട സമരത്തിലൂടെ ജീവൻ പണയം വെച്ച് ദിലീഫ് നേടിയെടുത്തത് സമാനതകളില്ലാത്ത വിജയമാണെന്നും ഗ്രോ വാസു പറഞ്ഞു. ചടങ്ങിൽ SDPI ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TA തയ്യിബ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി റുഫീന സൈനുദ്ദീൻ, റിയാസ് മാള, VK ഹുസൈൻ തങ്ങൾ, സാലിഹ് പട്ടിക്കര, ഷമീർ എന്നിവർ സംസാരിച്ചു. ദിലീഫ് അബ്ദുൽ ഖാദർ 18 ദിവസം നീണ്ട നിരാഹാര സമരത്തിന്റെ അനുഭവം പങ്കുവച്ചു. ഒരുപാട് പ്രതിസന്ധികൾ പ്രകൃതിപരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലായി പോയി എന്റെ ഈ സമരം. 3 പേരും 4 പേരും ഈ കോഴിച്ചൊറിയുന്ന മഴയത്തും നട്ടപ്പാതിരൊക്കെ ഈ സമരപന്തലിൽ എന്നോടൊപ്പം എനിക്ക് സംരക്ഷകരായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിയെ പൊന്തിയുടെ പ്രവർത്തകരെ അത്തരമൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് കാരണം അത് സാഹചര്യത്തിനനുസരിച്ച് മാറ്റിവെക്കാവുന്നതല്ല. പ്രളയ സമാനമായ മഴക്കെടുതിയിലും സമരം നടത്തുന്നതിന് സഹപ്രവർത്തകർ നൽകിയ പ്രചോദനം വലുതായിരുന്നു. സമരത്തിനൊപ്പം നിന്ന മുഴുവൻ ആളുകൾക്കും നന്ദി അർപ്പിക്കുന്നതായും ദിലീഫ് കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ്, കേച്ചേരി. മന്ദലാകുന്ന് ഇന്ദിരാഗാന്ധി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം മുൻ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി നിർവഹിച്ചു. പ്രസിഡന്റ് KK ഷുക്കൂർ അധ്യക്ഷനായി. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ, നിയോജക മണ്ഡലം UDF കൺവീനർ A ഷാനവാസ്, ഉമ്മർ മുക്കണ്ടത്ത്, പുന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുനാഷ് മച്ചിങ്ങൽ, വാർഡ് മെമ്പർ അസീസ് മന്ദലാകുന്ന്, PM സൈദലവി, കരീം കരിപ്പോട്ട്, റാഷ് മുനീർ, ഷർബനൂസ് പണിക്കവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. TP പ്രജോഷ് സ്വാഗതവും KA ഷാഹുൽ നന്ദിയും പറഞ്ഞു. നവാസ് കിഴക്കൂട്ട്, MM അഷ്കർ, KA അക്ബർ എന്നിവർ നേതൃത്വം നൽകി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലേക്ക് ഫണ്ട് നൽകുന്നതിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. 1500 പേർക്കുള്ള ബിരിയാണിയാണ് ഇതിനുവേണ്ടി തയ്യാറാക്കിയത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട്, പഞ്ചായത്ത് അംഗം MC ഐജു, നേതാക്കളായ യദുകൃഷ്ണൻ, വിമൽ ശങ്കർ, AU മനാഫ്, MM നിഷാദ്, ഫ്രിജോ വടക്കൂട്ട്, റസാഖ് തയ്യൂർ, PM യൂസഫ്, നജീബ് കൊമ്പത്തേയിൽ, മണികണ്ഠൻ വെള്ളത്തേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥം വേലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ പിക്കിൾ ചലഞ്ച് നടത്തി. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CPM വേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബിൽ ബേബി മുഖ്യാതിഥിയായി. DYFI മേഖലാ പ്രസിഡന്റ് വിനിൽ TS അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി ബിബിൻ KP, ട്രഷറർ രഞ്ജിത്ത് KR തുടങ്ങിയവർ സംസാരിച്ചു.
സ്വാതന്ത്ര്യദിനത്തിൽ വയനാടിനൊരു തണലായി പുതിയമാത്തൂർ NSS വനിതാ സമാജം അംഗങ്ങൾ ചേർന്ന് സമാഹരിച്ച 25,000 രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. NSS വനിതാ സമാജം പ്രസിഡന്റ് സിന്ധു സുരേഷ്, സെക്രട്ടറി സബിത മുരളി, വിജയലക്ഷ്മി, ലത കുണ്ടുള്ളി, സിന്ധു, അജിത, രേഖ വിപിൻ എന്നിവർ നേതൃത്വം നൽകി. NSS തലപ്പള്ളി താലൂക്ക് യൂണിയൻ അംഗം അക്കിക്കാവ് ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്റർ പതാക ഉയർത്തി. തുടർന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ഉപഹാരം നൽകി. പുതിയമാത്തൂർ NSS കരയോഗം പ്രസിഡന്റ് നാരായണൻ, സെക്രട്ടറി സതീഷ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയുടെ നെപ്പൻസ് റോഡിലെ സെന്റ് മേരീസ് ചാപ്പലിൽ ശുനോയോ പെരുന്നാൾ ആഗസ്റ്റ് 14, 15 തീയതികളിലായി ആഘോഷിച്ചു. ബുധനാഴ്ച സന്ധ്യയ്ക്ക് നമസ്കാരവും നേർച്ചയും ഉണ്ടായി. ആഗസ്റ്റ് 15 വ്യാഴാഴ്ച രാവിലെ വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂരും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. പ്രത്യേക ധൂപ പ്രാർത്ഥനയും നേർച്ചയും സ്നേഹവിരുന്നും ഉണ്ടായി. വിപണി. കേരളത്തിലെ ഏറ്റവും വലിയ ലബോറട്ടറി ശൃംഖലയായ DDRC അജിലസിന്റെ നവീകരിച്ച ലബോറട്ടറി കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് DDRC അജിലസിന്റെ നവീകരിച്ച ലബോറട്ടറി കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം നിയോജകമണ്ഡലം MLA AC മൊയ്തീൻ നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യം രജിസ്റ്റർ ചെയ്ത 100 പേർക്ക് ഷുഗർ ടെസ്റ്റുകൾ സൗജന്യമായി ലഭ്യമാക്കിയിരുന്നു. സൂക്ഷ്മവും കൃത്യതയുമാർന്ന ടെസ്റ്റ് റിപ്പോർട്ടുകളാണ് ഇവിടെ നൽകുന്നത്. ലോക നിലവാരത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ടെസ്റ്റുകൾ നടത്തുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉയർന്ന യോഗ്യതയുള്ള ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. പേപ്പർ രഹിത ലാബ് റിപ്പോർട്ടുകളും ലഭ്യമാണ്. എല്ലാ ദിവസവും തിങ്കൾ മുതൽ ശനി വരെ 6:30 മുതൽ 8 മണി വരെയും ഞായറാഴ്ച രാവിലെ 6:30 മുതൽ 3 മണി വരെയും സ്ഥാപനം പ്രവർത്തിക്കും. വീടുകളിൽ വന്നുള്ള സാമ്പിൾ ശേഖരണവും ലഭ്യമാണ്. DDRC അജിലസ് ലബോറട്ടറി, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, ഗുരുവായൂർ റോഡ്, കുന്നംകുളം. ഫോൺ 94 96 00 5048. പോർക്കുളം മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഇല്ലനീർ ആഘോഷിക്കും. രാവിലെ 8-നും 8:30-നും ചടങ്ങ് നടക്കും. ശേഷം ഭക്തജനങ്ങൾക്ക് പൂജിച്ച നെൽക്കതിരുകളുടെ വിതരണവും നടക്കുമെന്ന് ക്ഷേത്രം ട്രസ്റ്റി കണിശ്ശേരി അച്യുതാനന്ദൻ അറിയിച്ചു. ചരമം. വെള്ളർക്കാട് ചിറ്റിലപ്പള്ളി മാത്യു മകൻ ദേവസി നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ നടക്കും. മെറീന ഭാര്യയും ഡിനോ, ഡെറിൻ എന്നിവർ മക്കളുമാണ്. കാട്ടകമ്പാൽ വിളക്കത്തല പരേതനായ ഇട്ടൂരൻ നായർ ഭാര്യ ലക്ഷ്മിയമ്മ നിര്യാതയായി. 96 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടത്തി. സദാനന്ദൻ, ഭാരതി, രാജേഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. രാജ്യത്തെ കർഷകരും ജവാന്മാരും രാഷ്ട്ര നിർമ്മാണത്തിലെ പങ്കാളികളാണെന്നും സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ പുണ്യസ്മരണയ്ക്ക് മുൻപിൽ ആദരമർപ്പിക്കുന്നുവെന്നും മോദി. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തി. 21ാം നൂറ്റാണ്ടിലും പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്കാകുന്നില്ലെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കാര്യക്ഷമമാക്കണമെന്നും മുഖ്യമന്ത്രി. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷവും ശതാബ്ദി ആഘോഷത്തിന്റെ സമാപനവും ഭക്തിസാന്ദ്രമായി. അതിരൂപതാ മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. ഇരുമ്പുകമ്പികളും സ്കൂളിലെ നിർമ്മാണ പ്രവൃത്തികൾക്കായി സൂക്ഷിച്ച വയറുകളും കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞു. പോലീസ് അന്വേഷണം ഊർജിതം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.tv.